ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്ന് മാർവൽ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ RDJ റീസെൻ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. അതിൽ RDJ ടോണി സ്റ്റാർക്കിൻ്റെ ലുക്കിലാണ് അപ്പിയർ ആയത്. മറ്റേ എൻ ഗെയിമിൽ അതേ ടോണി സ്റ്റാർക്കിൻ്റെ സെയിം ലുക്ക്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് മനസ്സിലാവും ഇത് എൻ ഗെയിമിലെ ടോണി സ്റ്റാർക്കാണ് എന്ന്. സെയിം ഹെയർ സ്റ്റൈൽ ആൻഡ് സെയിം ബിയേർഡ്. ഈ സെപ്റ്റംബറിലാണ് എൻ ഗെയിം റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലേ. അപ്പോൾ അതിൽ ചെറിയ അഡീഷണൽ ഫുട്ടേജസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമായി അതിൻ്റെ ഒരു റീഷൂട്ടിന് ചിലപ്പോൾ RDJ ഈ ലുക്കിലോട്ട് വീണ്ടും പോയതുമായിരിക്കാം. അങ്ങനെയും ഒരു റൂമേഴ്സൊക്കെ ഉണ്ട്. നെക്സ്റ്റ് നോക്കിയാൽ 2 മാസം കഴിഞ്ഞ് നമ്മുടെ സീക്രട്ട് വാഴ്സിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ കൂടെ ടോണി സ്റ്റാർക്ക് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ റൂമേഴ്സൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി RDJ പുതിയ ലുക്കിൽ വന്നതായിരിക്കാം. ആർക്കും പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ യൂണിവേഴ്സിലെ ടോണി സ്റ്റാർക്കാക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ വേറെ യൂണിവേഴ്സിലെ ടോണി സ്റ്റാർക്കാകാനും ചാൻസ് ഉണ്ട്. സീക്രട്ട് വാഴ്സിൽ വേറെ കുറേ യൂണിവേഴ്സിൽ നിന്ന് മിക്കവാറും കുറേ അയൺമാൻസ് വരാൻ ചാൻസ് ഉണ്ട്, ഇല്ലാതില്ല. അങ്ങനെ ടോണി സ്റ്റാർക്ക് വിസസ് ഡൂം എന്ന ഫൈറ്റ് ഉണ്ടായിരിക്കുമോ എന്നറിയില്ല. സംഭവിച്ചാൽ നൈസായിരിക്കും. ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കണ്ട. നടന്നാൽ നൈസായിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ബട്ട് കുറേ പേര് വിചാരിക്കുന്നു ടോണി സ്റ്റാർക്കിൻ്റെ സെയിം ലുക്ക് ഡൂമിന് കൊണ്ടുവരുന്നു. പക്ഷെ അങ്ങനെ കൊണ്ടുവരാൻ ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ നമുക്കും കൺഫ്യൂഷൻ ആയിരിക്കും, പിന്നെ ആ യൂണിവേഴ്സിലുള്ള അകത്തുള്ളവർക്കും വലിയ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് മിക്കവാറും അവർ അങ്ങനെ കൊണ്ടുവരത്തില്ല. ഡൂമിനൊരു പ്രത്യേകം വേറൊരു യുണീക്ക് ഡിസൈൻ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്ന. മാസ്ക് കാണും, പക്ഷെ മാസ്ക് ഊരുന്ന സീൻസൊക്കെ കാണും, ഇല്ലാതായിരിക്കത്തില്ല. അതുകൊണ്ട് അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെ വേണം. ടോണി സ്റ്റാർക്കിൻ്റെ ലുക്ക് അവർ കൊണ്ടുവന്ന ബോറായിരിക്കും. പിന്നെ ഡൂംസ്ഡേൻ്റെ ട്രെയിലറെ കുറിച്ച് ഒരു ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ പോയ കോമിക്കോണിൽ അവിടെ പോയ ഓഡിയൻസിന് ട്രെയിലർ ഇട്ട് കാണിച്ചായിരുന്നു, പക്ഷെ ഒഫീഷ്യലി ട്രെയിലർ റിലീസ് ചെയ്തില്ല. ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന കോമിക്കോണിൽ ഒഫീഷ്യൽ ട്രെയിലർ HD റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സമയം നോക്കാം. അതിൽ കുറച്ചുകൂടെ ഈ സ്റ്റോറി ഏത് നോക്കിയാണ് പോകുന്നതെന്നൊക്കെ ലീഡ് കിട്ടാതിരിക്കില്ല. അങ്ങനെ പെട്ടെന്ന് ട്രെയിലർ കൊണ്ടുവന്നാൽ മതിയായിരുന്നു, ഓവറായിട്ടിട്ട് ലാഗ് അടിപ്പിക്കാതെ. അപ്പോൾ കോമിക്കോണിൽ മിക്കവാറും ട്രെയിലർ വരും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേൻ്റെ ഒഫീഷ്യൽ ലീക്ക്, അതായത് ഫസ്റ്റത്തെ 3 പേജ് സ്ക്രിപ്റ്റ് സോണി ഒഫീഷ്യൽ ലീക്ക് ചെയ്തിരുന്നു. എന്നാൽ സിനിമയുടെ സ്റ്റാർട്ടിങ് ഒരു 5 മിനിറ്റ് എങ്ങനെയായിരിക്കും, അതിൻ്റെ സിനിമ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഉദ്ദേശിച്ച്. സ്പൈഡർമാൻ നോ വേ ഹോം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞാണ് ബ്രാൻഡ് ന്യൂ ഡേ നടക്കുന്നത്. അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പൈഡർമാൻ്റെ സൂട്ട് എവിടെ നിന്നാണ് ഇൻസ്പയർ ചെയ്തിരിക്കുക, ആ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ടോബീൻ്റെയും ആൻഡ്രൂവിൻ്റെയും സെയിം അതേ സൂട്ടിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വരുത്തി, അങ്ങനെ ആ ലോഗോയൊക്കെ വരുത്തി, അങ്ങനെ രണ്ടുപേരുടെയും സൂട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്താണ് നമ്മൾ ടോം ഹോളണ്ട് ഈ സൂട്ട് റെഡിയാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ പീറ്റർ പാർക്കറിന് ഇതിലൊരു പുതിയ AI കമ്പാനിയൻ ഉണ്ടായിരിക്കും. AIൻ്റെ പേര് EV എന്നാണ്, പക്ഷേ ഫുൾ ഫോം ഒന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. EV എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടൂ. ടോണി സ്റ്റാർക്കിൻ്റെ ജാർവിസ് AIയുടെ അത്ര എഫിഷ്യൻ്റ് ആണോന്നറിയില്ല, പക്ഷേ അത്രയ്ക്ക് ആ ലെവൽ കൊണ്ടുവരില്ലെന്നാണ് തോന്നുന്നത്. എന്നാലും നോക്കാം, സിനിമ ഇറങ്ങുമ്പോൾ നൈസായിരിക്കുമെന്ന് തോന്നുന്നു AI. പിന്നെ ഇപ്പോൾ പീറ്റർ പാർക്കർ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഈ AI ആയിരിക്കും പീറ്റർ പാർക്കറിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. പിന്നെ ഡൂംസ്ഡേയിൽ ഒരു 2 കാസ്റ്റിംഗ് 2 സൂപ്പർ ഹീറോസിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ് ആണ്. അതിൽ കാസി ലാങ് ഉണ്ട്, അതായത് മറ്റേ ആൻഡ്മാൻ്റെ മോള്. പിന്നെ നോക്കിയാൽ നമ്മുടെ മിസ് മാർവൽ കൂടെ ഇപ്പോൾ കാസ്റ്റിങ്ങിൽ ജോയിൻ ആയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ യങ് അവഞ്ചേഴ്സ് മിക്കവാറും സിനിമയിൽ വരുമെന്നാണ് റിപ്പോർട്ട്സ്. അപ്പോൾ അതൊക്കെ ഏതാണ്ട് സത്യമാകുമെന്ന് തോന്നുന്നു. പഴയ കാങ് ഡൈനസ്റ്റിയിൽ യങ് അവഞ്ചേഴ്സിനെ വെച്ചായിരുന്നു ഓവറോൾ സിനിമ ഇങ്ങനെ റൺ ചെയ്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിൽ യങ് അവഞ്ചേഴ്സിനെ ടോട്ടലി സ്പോട്ട്ലൈറ്റ് കൊടുക്കാതെ നൈസായിട്ടൊരു സൈഡായിട്ട് നിർത്തുമായിരിക്കും. പിന്നെ ഇതിൽ കുറേ ടീംസ് ഉണ്ടല്ലോ, എക്സ്മെൻ, അവഞ്ചേഴ്സ്, അങ്ങനെ കുറേ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ യങ് അവഞ്ചേഴ്സിനെ സൈഡായിട്ട് വെച്ചിട്ട് എല്ലാവരെയും അതായത് റോൾസ് കൊടുക്കുമായിരിക്കും. കാരണം സിനിമ ഒരു 3.25 മണിക്കൂർ സിനിമയാണ്. അറൗണ്ട് 4 hours വരുമെന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ്. ചിലപ്പോൾ ട്രിം ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും കൂട്ടി ഒരു 4 hours തന്നെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മാർവൽ അപ്ഡേറ്റ്സ്. അപ്പോൾ നെക്സ്റ്റ് കിഡിലൻ അപ്ഡേറ്റ്സിനായി ചാനൽ സബ് അടിച്ച് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, ഒരു കിഡിലൻ അമേസിംഗ് അപ്ഡേറ്റ്സ് വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.